നവതി നിറവിലെത്തിയ കടപ്പളാമറ്റം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ 89ാം വാർഷികാഘോഷം സ്കൂൾ ഹാളിൽ നടന്നു. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ നാടിൻ്റെ കണ്ണായ വിദ്യാലയം ഈ നാടിനെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നു. കണ്ണടച്ചു പിടിച്ചാൽ അന്ധകാരം ഇരുട്ടനുഭവപ്പെടും. അതുപോലെ ഈ വിദ്യാലയം നിന്നുപോയാൽ നാട് അന്ധകാരത്തിലായിരിക്കും. ഇവിടെ ഇങ്ങനെയൊരു സ്കൂള് ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ നാടിത്രത്തോളം വളർന്നത്. ഇവിടുത്തെ തലമുറകൾ ജീവിതത്തിൻ്റെ വിവിധ വഴികളിൽ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചത്. കണ്ണ് കാഴ്ച നൽകുന്നു. വിദ്യാലയം കാഴ്ചയ്ക്കുമപ്പുറം കാഴ്ചപ്പാടും ദർശനങ്ങളും നൽകുന്നു. അറിവ് നൽകിയതിനോടൊപ്പം തിരിച്ചറിവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്ത വിദ്യാലയമാണിത്. നന്മതിന്മകളെ തിരിച്ചറിയാൻ, ജീവിതത്തിൻ്റെ ശരിതെറ്റുകൾ വിവേചിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും ഇവിടെ പഠിച്ചുപോയ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുളഞ്ഞനാൽ അധ്യക്ഷനായിരുന്നു. കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന സുരേഖ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബോണി കുര്യാക്കോസ് മെമന്റോ സമർപ്പണം നടത്തി. സ്കോളർഷിപ്പ് വിതരണം അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് തേവർപ്പറമ്പിൽ നിർവഹിച്ചു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ സോജൻ ജേക്കബ്, സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജെസ്സി ജോസ്, സ്കൂൾ ലീഡർ അലീന തോമസ്, PTA പ്രസിഡന്റ് ജ്യോതിഷ് കോക്കപ്പുറം, അധ്യാപക പ്രതിനിധി ക്രിസ് ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപ്രതിഭ മാറ്റുരയ്ക്കുന്ന സർഗലയം കലാപരിപാടികളും അരങ്ങേറി. നാടോടി നൃത്തം, നാടൻപാട്ട് തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി.